ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. അറിയാത്ത വഴി കൂടെ പോയി പുതിയൊരു എക്സ്പീരിയൻസ് നടത്തുമ്പോൾ നല്ല രസമല്ലേ, ഈ കാടും മടലും ഒക്കെ കയറി. അപ്പം നമുക്ക് അങ്ങനെ ഒരു വഴി കൂടെ പോയി നോക്കാം. മെയിൻ റോഡിൽ എങ്ങനെയാണ് എവിടെയാണ് എത്തുന്നതെന്ന് അറിയത്തില്ലല്ലോ, പോയി നോക്കാം. നിങ്ങളെ കൂടി കാണിക്കാം വഴി. ഇതാണ് വഴി. ഞാൻ എൻ്റെ കുഞ്ഞിലെ പോയിട്ടുള്ള വഴിയാണ്. ഞാൻ ആക്ച്വലി ഈ വഴിയൊക്കെ മറന്നുപോയി. അപ്പോൾ ഒന്നുകൂടെ പൊടി തട്ടി ഓർമ്മകളെ എടുക്കാമെന്ന് കരുതിയാണ്. അപ്പം അന്നത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ റോഡൊക്കെ വാർത്തിട്ടുണ്ട്, മനുഷ്യരൊക്കെ സഞ്ചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ. അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ സൈഡ് നല്ല എന്താ പറഞ്ഞ കാവ് പോലെ ഉണ്ട്. പക്ഷേ ഇത് എന്താ പറഞ്ഞ അയ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അയ്യം എന്നാണ് പറയുന്നത് പറമ്പിന്. മരങ്ങളുടെ പേരുകളോ മരങ്ങളും. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മഴയുടെയാണ്. ദാണ്ടിത് കണ്ട വെള്ളം പോയി, നല്ല റോഡൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നല്ലേ ഈ വഴിയൊക്കെ കാണുമ്പോൾ, ഒരു വനത്തിൻ്റെ ഇടയിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നത് പോലെ. ഈ വഴി എന്തായാലും നേരെ ഒന്ന് ഞാൻ പോയി നോക്കുകയാണ്. ഇത് എവിടെ എത്തും, മെയിൻ റോഡിൽ എത്തും എന്നുള്ള പ്രതീക്ഷയാൽ സഞ്ചരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു കോഴി ഫാമൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ലാത്തതുകൊണ്ട് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതാ ഇവിടെ ഒരു കോഴി ഫാമാണെന്ന്, കോഴി ഫാമാന്ന് തോന്നുന്നു, ആൾക്കാർ വളർത്തുന്നതാണ് കോഴിയെ. അപ്പം അങ്ങനെയൊക്കെ ഇതാ റോഡിൽ കൂടെ കരിയിലകൾ റോഡിൽ കരിയിലകൾ നല്ല എന്താ പറയുക ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വെള്ളം ഇവിടെ വന്നിട്ടിങ്ങനെ കറങ്ങി. മറ്റേ 5ലോ 7ലോ ഒക്കെ പഠിച്ചിട്ടില്ലേ ഈ എന്തോ ഞാൻ മറന്നുപോയി, മറ്റേ ശില്പങ്ങളെ പറ്റിയൊക്കെ, ഈ വെള്ളം കൊണ്ടുണ്ടാകുന്ന ശില്പങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ വെള്ളം കരിയിലകളിൽ പറ്റി പല രീതിയിലുള്ള ശില്പങ്ങളെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ വന്ന വഴി രണ്ടായിട്ട് തിരിക്കുന്നു. അപ്പോൾ എങ്ങോട്ട് പോകുന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് പോവുകയാണ്. നോക്കാം. ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന വഴിയിലാണ് ഇതാ ഒരു വൃക്ഷം കണ്ടത്, ഒരു നൊസ്റ്റു നിറയ്ക്കുന്നൊരു വൃക്ഷം. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് പഞ്ഞിമരം. പണ്ട് കാലത്ത് ഇത് കണ്ടോ കായുണ്ടായി നിൽക്കുന്നത്, ഇതാണ് പഞ്ഞിമരം. ഈ കായ്ക്കകത്തു നിന്ന് പഞ്ഞി കിട്ടും. പിന്നെ അതിനടുത്ത് നിൽക്കുന്നത് ഇത് തോടുപുളിയാണ്, നമ്മൾ മീനിൻ്റെ അകത്തൊക്കെ ഇടുന്ന തോടുപുളി. അപ്പം ഇതാണ് തോടുപുളി ഉണ്ടാകുന്നത്. മീൻകറിക്കകത്തൊക്കെ ഇടുന്ന പുളി ഈ മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ആയി വരുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ വന്ന വഴി ക്ലിയറാണ്. കറക്റ്റ് ഞങ്ങൾ മെയിൻ റോഡിലോട്ട് എത്തുകയാണ്. താണ്ട് ഞങ്ങൾ എന്തായാലും ഈ ചർച്ചിലോട്ട് വരാനാണ് ഉദ്ദേശിച്ചത്. ഇന്നിവിടെ OBBS തുടങ്ങിയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും വഴിയൊക്കെ കറക്റ്റായി. എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ, സീ യു സൂൺ.